ഞാൻ രാവിലെ 5:30 ആകുമ്പോൾ എണീച്ചു. പിന്നെ നോക്കുമ്പോൾ അത് ഇപ്പോൾ സമയം 7:53. ഇത്ര വരെ ഞാൻ പഠിക്കലായിരുന്നു. ഇപ്പോൾ പൂവിടുമ്പോൾ ഞാൻ വിചാരിച്ച് നിങ്ങൾക്കൊന്ന് കാണിച്ചാൽ വിചാരിച്ചു. അപ്പോൾ നമുക്കൊന്ന് കണ്ടാലോ. ശാന്തിക സംഘടിച്ചു ഇനിയിപ്പോൾ അടിച്ചു വാങ്ങിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇന്നലത്തെ പൂവിടുന്നത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു വീടെടുക്കുമ്പോൾ ചോദിച്ചാൽ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ പൂവ് ഞാൻ കുറച്ച് ഇവിടെ പറിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേരെന്താണെന്നറിയില്ല. വീട്ടിലുള്ള പൂവാണ്. നല്ലൊരു പെർപ്പിളിഷ് കളറാണ് വരുന്നത്. ഇതാണ് ഒരു പെർപ്പിളിഷ് കളറ്. നടുക്കൊരു മഞ്ഞ പോലെയാണ്. അതിനുശേഷം കുറച്ച് തുളസി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് ഇടാം. ഇട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ ആ പെർപ്പിൾ കളറാണ് വെച്ചത്. രണ്ടാമത് നമുക്ക് തുളസി ഇതിലൊക്കെ മാറ്റി ഇതാക്കാം. കുറച്ച് പറിച്ചിട്ടുണ്ട്, തയ്ക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിതൊന്ന് പോയിട്ട് ഇട്ട് കൊടുക്കട്ടെ. കുറച്ച് വർഷമായിട്ടാണ് എടുക്കുന്നത്. നമ്മൾ പകുതി ഇട്ടിട്ടുണ്ട്. നമുക്ക് പകുതി ഇടാം. ഇപ്പോൾ ഇവിടെ കുറച്ചുണ്ട്, അതും കൂടി നമുക്കൊന്ന് എടുക്കാം. പക്ഷെ നമ്മൾ ആ പെറുപ്പ് കെട്ടിട്ടുണ്ട്. നമുക്ക് മഞ്ഞ പൂ എടുക്കുന്നതൊന്ന് കാണാം. നമുക്ക് ഇതാണ് നമ്മളെ മഞ്ഞപ്പൂ. കോളാമ്പി എന്നൊക്കെ എല്ലാവരും പറയും. നമുക്ക് കോളാമ്പി എടുക്കാം. കോളാമ്പി എടുക്കുന്നത് നല്ല കളവൊക്കെയാണ്. 3 ഞാൻ എടുക്കാം. 3 എടുക്കുന്നുണ്ട്. മൂന്ന് പറഞ്ഞ് ഞാൻ 4 പൂച്ചെടുത്തിട്ടുണ്ട്. എടുത്തിട്ടുണ്ട്. കോളാമ്പി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. 3 പറഞ്ഞ് 4 എടുത്തിട്ടുള്ളത്. നമ്മളില്ലേ ഒരു ട്രിക്ക് വെച്ചിട്ട് നമ്മളിതിങ്ങനെ പൊട്ടിച്ചിട്ടാകുമ്പോൾ ഇടുക.
മുമ്പിൽ ലെയർക്കട്ട് ചില്ലാസ് മുമ്പിൽ ഇതുപോലെയുള്ളത് മുന്നേ മടങ്ങിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ മുമ്പിൽ ഇതുപോലെയാണ് വീഴുന്നത്. ഷാമ്പു വെച്ചിട്ട് പക്ഷേ ഷാമ്പു വെച്ചാൽ തിരിയൂല. അതാണ് ഞാൻ നമ്മളിപ്പോൾ 4 കോളാമ്പി എടുത്ത് എടാ നമ്മളിപ്പോൾ ഉണ്ടല്ലോ ഈ കോളാമ്പി ഒക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ഓരോ ഇതളായിട്ട് പൊളിക്കുന്നതിന് ഒരു ചെറിയൊരു ടെക്നിക്ക് ഞാൻ പറഞ്ഞിട്ടെ. ഇതെന്താ ഈ ഒരു സംഭവം ഇവിടെ ആ ഒരു സംഭവത്തിൽ നഖം വെച്ചിട്ട് ഞാൻ ഒന്ന് ഇതായി കൊടുക്കാം. എന്നിട്ട് അതിങ്ങനെ കീറി വരും. ലാസ്റ്റ് എത്തുമ്പോൾ അവിടെ നിന്ന് കീറി കിട്ടും. ഇങ്ങനെയാകുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇതാ ഇങ്ങനെ കിട്ടും നമുക്ക്. ഇപ്പോൾ പണിയില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ വട്ടത്തിലങ്ങ് വെക്കാം. അപ്പം ഞാൻ പോയിട്ട് ഫസ്റ്റ് നെക്സ്റ്റ് അതുപോലെ തന്നെ ഇതുപോലെ ഇങ്ങനെ പരത്തി വെക്കുക. രണ്ടും ഫസ്റ്റ് തന്നെ മുറിച്ച് കളയുക. ശേഷം പരത്തി വെക്കുക. സ്റ്റാർട്ടിങ് പോയിന്റ് തുടങ്ങി ലെസ് എഴുതി തീർക്കുക. നമുക്ക് തീർക്കാം, പേടിക്കേണ്ടതുള്ളൂ. നമ്മൾ തീർക്കും എന്ന് പറഞ്ഞാൽ തീർക്കും. ഇതാ നെക്സ്റ്റ് ആയിട്ടുണ്ട്. കുഴപ്പമില്ല, പകുതി വാടിയില്ലേ നമുക്ക് വരക്കാം. വാടിയൊക്കെ വെച്ചാണെങ്കിൽ പക്ഷെ അവിടെ തന്നെ നിൽക്കില്ല. എനിക്ക് കിടക്കുന്നത് നെക്സ്റ്റ് കിട്ടിയിട്ടുണ്ട്. നല്ല വൃത്തിയിൽ കിട്ടിയിട്ടുണ്ട്. ആ ഒരു ചടങ്ങ് കഴിഞ്ഞു. പിന്നെ എന്തിനാണ് ഒരു പൂ എക്സ്ട്രാ 2 പൂ എക്സ്ട്രാ ഉണ്ട്. 2 പൂ എത്തിയിട്ടുള്ളൂ. നമുക്കിതിപ്പം എന്താ പറയുക ഇത് നടക്കാം. 1 മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. അതിന് ശേഷം നമുക്ക് 7 പൂവുണ്ടോ ഇവിടെ കഴിച്ചടാ സെറ്റല്ലേ. നമ്മൾ ഈ 8 പൂവുണ്ട ബാക്കി 2 3 വാടി പൂ നമുക്ക് ആവശ്യമുണ്ട്. കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. ഇതിനകത്ത് അങ്ങനെ തോന്നും. അപ്പോൾ നമുക്ക് ബാക്കി വന്ന് 2 അവിടെ നമുക്ക് 3 പിന്നെ നെക്സ്റ്റ് ഏതെങ്കിലും ഒരു പൂ വെറൈറ്റി പൂ തപ്പം വായു ഒന്ന് തപ്പം മഴവെള്ളം കുഴപ്പമില്ല. ഒന്ന് പോയിട്ട് തപ്പാം. ഈ പൂ എടുക്കാം കേട്ടോ. നമുക്കിപ്പം നമുക്ക് ഈ ഒരു പൂ എടുക്കാം. തുമ്പിക്കൈകൾ അല്ല പറഞ്ഞാൽ നിങ്ങൾ ഇപ്രാവശ്യം അല്ല ഇന്നേറ്റോണ പൂവിൻ്റെ വീഡിയോ ഞാൻ ഇടണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഞാൻ മറന്നുപോയടാ. എണീറ്റടഞ്ഞ ഞാൻ ഓർമ്മ വന്നത് ഇന്നല്ലേ പൂവിടേണ്ടതാണ്. എന്നിട്ട് രാവിലെ തന്നെ എണീറ്റ് മൂത്ത കഴിച്ചപ്പോൾ മൂത്തറിഞ്ഞു ആടാ ഇന്നെന്നെയാ തോന്നുന്നു പറഞ്ഞു. അപ്പം മൂത്ത പറഞ്ഞു എന്നാലും ഒരു ഉറപ്പ് വേണ്ടേ, നീ പോയിട്ട് തറവാട്ടിൽ പോയിട്ട് അവരോട് ചോദിക്കാൻ പറഞ്ഞു. ഞാൻ നേരെ സൈക്കിളും എടുത്ത് തറവാടിലേക്ക് പോയി. നമ്മളെ പൂവൊക്കെ ഇവിടെ പകുതിയേക്കാൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനിയും വേണം. കുറച്ച് നമുക്ക് അവിടെ വെച്ചിട്ട് കണ്ണാടി വർണ്ണത്തിക്കില്ലേ മണിക്കാട്ടിൽ നമുക്കൂടി കൈകൾ അടി വർണ്ണത്തിക്കില്ലേ മണിക്കാട്ടിൽ കൂടി കൈകൾ വേണ്ട. ഞാനിപ്പോൾ കുറച്ചാണ് എടുത്തിട്ടുള്ളത്. എന്താ കുറച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്ര മതിയാവും. ഇപ്പം നമ്മൾ നമ്മൾ എത്ര പേര് ഇട്ടെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. ചോദിച്ചില്ല എന്നാലും കുഴപ്പമില്ല. പക്ഷേ ഞാനിപ്പോൾ ഇട്ടത് ഇങ്ങനെയാണ് കേട്ടോ.
ആ വയലറ്റ് പൂ നടുക്ക് വെച്ച് അതിൻ്റെ ചുറ്റും തുളസിയിട്ട് അതിൻ്റെ ചുറ്റും കോളാമ്പിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. നല്ല സോഫ്റ്റ് കൂടിയില്ലേ ഷാമ്പു വെച്ചിട്ടും. ഒരു സംഭവം അറിയാം, ഒരു എന്താ പറയുക, ഒരു ഷാമ്പു ക്ലിനിക്കിൻ്റെ ഷാമ്പു എടുത്തിട്ട് അത് തേച്ചിട്ട് എൻ്റെ മുടി ഇങ്ങനെ ഇതൊക്കെ ഞാൻ ഡബിൻ്റെ കേട്ടിൽ. പക്ഷേ എങ്കിൽ ക്ലിനിക്കിൻ്റെ ഷാമ്പൂവിൻ്റെ അകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ വൈറ്റ് കളർ കിട്ടുന്നത് ഞാൻ നന്നായിട്ട് ഇളക്കി. അതിനനുസരിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇട്ടിട്ട് തലയിൽ അങ്ങ് തേച്ച് ഒരു 5 മിനിറ്റ് ഇങ്ങനെ കുളിച്ച് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് മുടി. ഇങ്ങനെയാണ് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. നല്ല മണമുണ്ട്. നമുക്ക് ഈ പൂ എടുത്താലോ? ഇതാണ് പൂ. നമുക്കില്ലേ കാട്ടുചീര പറിച്ചിട്ട് തരാം. ഇതിവിടെ നമുക്ക് കൊടുത്ത് കാട്ടുചീര പറിക്കാൻ പോവാം. അങ്ങനെ നാം സൈക്കിൾ തിരിക്കുന്ന സീൻ നിങ്ങൾ കാണുന്നുണ്ടാവില്ല. ബട്ട് ഞാനിവിടെ തിരിക്കുന്നുണ്ട്. ഞാൻ തിരിക്കുന്നുണ്ട് സൈക്കിൾ. ഞാൻ ബോധ്യപ്പെടണ്ടേ. അപ്പം നമുക്കൊന്ന് പോയിട്ട് വരാം. എൻ്റെ സൈക്കിൾ കാണുന്നുണ്ടാവും. കുഴപ്പമില്ല. ബട്ട് സീൻസ് ഇപ്പോൾ നമുക്ക് ഇവിടെ വെക്കാം. ഇവിടെ വെക്കാം. കൊന്നു കയറ്റാൻ ഭയങ്കര പാടാണ്. പ്രത്യേകിച്ച് ഫോൺ വെച്ചിട്ട് കടിച്ചിട്ട് പറിക്കാൻ എത്തില്ല. കുറേ പോകാണ്ട് പെട്ടു. കുഴപ്പമില്ല, അത് കടിച്ചൊക്കെ ചെയ്യാം. ഫോൺ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ എന്താണോ ചെയ്യാൻ ചെയ്യാൻ അറിയാണ്ട് നമ്മൾ കാട്ടുചീര സ്പോട്ടെത്തി. നല്ല കാട്ടുചീര ഉണ്ട് കേട്ടോ. ഇവിടെ നിർത്തിയാലോ? ബട്ട് നമുക്ക് വീട്ടിൽ പോയിട്ടൊന്ന് കവർ എടുത്തിട്ട് വരാം. ആദ്യം വീട്ടിൽ പോണ്ടേ. കവർ എടുക്കാൻ മറന്നുപോയി. പിന്നെ ആ കവർ എടുത്തിട്ട് വരാം. പിന്നെ മുമ്പോട്ടേക്ക് വിളിച്ച് തിരിക്കാം. ഇവിടെ തിരിക്കാൻ കഴിയാം. ഇതുപോലെ റോഡില്ലാതെ കാറങ്ങനത്തെ മണ്ണ് തന്നെ ഞാൻ ചാവും. ഈ കൈനെ കൊണ്ട് സ്പൂൺ അടിക്കുന്നുണ്ട്. ഒരു കൈ പൊട്ടിച്ചാൽ മോനെ അവിടെ വണ്ടി തിരിക്കട്ടെ. ഇവിടെ വലിയ സ്ഥലമാണ്. അവിടെ കാവാണ്. കാഞ്ചേരി കാവ്. അത് ബ്രേക്കൊക്കെ പിടിച്ചിട്ടുണ്ടോ? ഞാൻ കാരണം എൻ്റെ സൈക്കിളിൽ ബ്രേക്ക് ആണ്. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ. ഞാൻ ഇതാ വരും. അപ്പോൾ ഗൈസ് നമ്മൾ കവറൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ വയ്ക്കാം. എന്നിട്ട് വേഗം പോയിട്ട് നമ്മൾ സാധനം എടുത്തിട്ട് വരാം. നല്ല സോഫ്റ്റ് പൊടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായില്ല ഷാമ്പു വെച്ച് കുളിച്ചപ്പോൾ. അതെനിക്ക് ഷാമ്പു വെച്ച് കുളിച്ചാൽ ഡബിൻ്റെ ഷാമ്പു വെച്ചിട്ട് നല്ല പഞ്ഞു പോലെയൊക്കെ കിട്ടുള്ളൂ. കണ്ടീഷണർ ഷാമ്പു വെച്ചിട്ട്. ഇപ്പം എനിക്ക് ക്ലിനിക്കിനെ കൊണ്ട് തന്നെ ഡബിൻ്റെ ഷാമ്പു വെച്ചിട്ട് ഷാമ്പു ഉണ്ടാക്കാം.